ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് യാക്കോബിൻ്റെയും ബിൽഹയുടെയും മക്കളായ ദാൻ, നഫ്താലി എന്നിവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം. തുടക്കത്തിൽ വന്ധ്യയായിരുന്ന റാഹേൽ തൻ്റെ ദാസി ബിൽഹയെ യാക്കോബിന് സമർപ്പിച്ചു. അങ്ങനെ അവൾക്ക് തൻ്റെ ദാസിയിലൂടെ ആദ്യ കുട്ടികൾ ജനിച്ചു. യാക്കോബിൻ്റെ 5ാമത്തെ മകനും ബിൽഹായ്ക്ക് ജനിച്ച ആദ്യജാതനുമായ ദാനിൽ നമുക്ക് ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ബിൽഹ ഒരു മകനെ പ്രസവിച്ചപ്പോൾ സ്വന്തമായി കുട്ടികൾ ഉണ്ടാകാത്ത റാഹേൽ സന്തോഷത്തോടെ പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഒരു പുത്രനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു. ഉൽപ്പത്തി 30-6 ഹെബ്രായ ഭാഷയിൽ ദാൻ എന്നതിന് ന്യായാധിപൻ എന്നാണ് അർത്ഥം. യാക്കോബ് മരണത്തോടടുക്കുമ്പോൾ തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിച്ച കൂട്ടത്തിൽ ദാനിനെ കുറിച്ച് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഇസ്രായേലിലെ മറ്റ് ഗോത്രങ്ങളെ പോലെ ദാൻ സ്വന്തം ജനങ്ങൾക്ക് ന്യായം നടത്തിക്കൊടുക്കും. ഉൽപ്പത്തി 49-16. പിന്നീട് ന്യായാധിപന്മാരുടെ കാലത്ത് ഇസ്രായേലിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ സാംസൺ ദാൻ ഗോത്രത്തിൽ നിന്ന് വന്നപ്പോൾ ഇത് സാക്ഷാത്കരിച്ചു. 20 വർഷം സാംസൺ ഇസ്രായേലിൻ്റെ ന്യായാധിപൻ അഥവാ ഭരണാധികാരിയായി. ദാന്റെ പ്രദേശത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന ഫിലിസ്തീനരോടുണ്ടായ യുദ്ധത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. എന്നാൽ യാക്കോബിൻ്റെ അനുഗ്രഹത്തിൽ ഒരു പ്രതികൂല പ്രവചനവും ഉണ്ടായിരുന്നു. ദാൻ വഴിവക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കും. അവൻ കുതിരയുടെ കുതികാലിൽ കടിക്കും. കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. ഉൽപ്പത്തി 49-17. ദാന്റെ ഗോത്രം അവിശ്വസ്തതയ്ക്കോ വിഗ്രഹാരാധനയ്ക്കോ സാധ്യതയുള്ളതാണെന്നുള്ള മുന്നറിയിപ്പ് പല യഹൂദ ക്രിസ്ത്യൻ വ്യാഖ്യാതാക്കളും ഇതിൽ ദർശിച്ചു. ഗോത്രങ്ങൾ വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ഫിലിസ്തീർക്ക് സമീപം കാനാനിൻ്റെ തെക്കു പടിഞ്ഞാറൻ അറ്റത്താണ് ദാൻ ഗോത്രത്തിന് ഭൂമി അവകാശമായി ലഭിച്ചത്. എന്നാൽ ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം നിലനിർത്തുക അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫിലിസ്തീർ ശക്തരായിരുന്നതിനാൽ ദാന്റെ ഗോത്രം പലപ്പോഴും സമ്മർദ്ദത്തിലായി. അതുകൊണ്ടാണ് സാംസന്റെ കഥ ഫിലിസ്തീർക്കെതിരായ സംഘർഷങ്ങളാൽ നിറഞ്ഞത്. എങ്കിലും ശത്രുക്കളാൽ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടിരുന്ന തൻ്റെ ജനത്തെ അദ്ദേഹം പ്രതിരോധിച്ചു. ഈ പോരാട്ടങ്ങൾ കാരണം ദാൻ ഗോത്രത്തിലെ നിരവധി കുടുംബങ്ങൾ വടക്കോട്ട് കുടിയേറി. അവർ ശാന്തമായ ലയീഷ് നഗരം പിടിച്ചെടുത്ത് അതിനെ ദാൻ എന്ന് പുനർനാമകരണം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം. പിന്നീട് ഈ വടക്കൻ നഗരം വളരെ പ്രസിദ്ധമായി. ദാൻ മുതൽ ബെർഷേബ വരെ എന്ന പ്രയോഗത്തിന് വടക്ക് നിന്ന് തെക്ക് വരെ മുഴുവൻ ഇസ്രായേൽ ദേശം എന്ന അർത്ഥം വന്നു. കാനാൻ ദേശത്തിൻ്റെ തെക്ക് ഭാഗത്താണ് നെഗവ് മരുഭൂമിയുടെ അരികിൽ ബെർബേഷ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ കുടിയേറ്റ കഥ അഭിമാനകരമായ ഒന്നല്ല. വടക്കോട്ടുള്ള മാർഗമധ്യേ ദാൻ ഗോത്രക്കാർ എഫ്രൈം മലമ്പ്രദേശത്തെ മൈക്ക എന്നു പേരുള്ള ഒരാളിൽ നിന്ന് ഒരു വിഗ്രഹത്തെയും ഒരു പുരോഹിതനെയും മോഷ്ടിച്ചു. അവർ ലായിഷിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ ഈ വിഗ്രഹത്തെ സ്വന്തം ദൈവമായി അവർ പ്രതിഷ്ഠിച്ചു. ആ കാലം മുതൽ ദാൻ ഗോത്രം വിഗ്രഹാരാധന നടത്തുന്നുവെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30-31 വ്യക്തമാക്കുന്നു. നിർഭാഗ്യവശാൽ ഈ വിഗ്രഹാരാധന കൂടുതൽ വർഷമായിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ രാജ്യം പിളർന്നതിന് ശേഷം വടക്കൻ രാജ്യത്തിൻ്റെ ആദ്യ രാജാവായ ജെറോബോവാം ദാൻ ദേശത്തെ വിഗ്രഹാരാധനയ്ക്കുള്ള 2 കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റി. ജെറുസലേം ദേവാലയത്തിൽ ആരാധന നടത്തുവാൻ വടക്കുഭാഗത്തുള്ളവർ പോകാതിരിക്കുവാൻ അവൻ ദാനിലും ബെത്തേലിലും സ്വർണ്ണക്കാളക്കുട്ടികളുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ദാൻ വ്യാജ ആരാധനയുടെ കേന്ദ്രമായി മാറി. വടക്കൻ അതിർത്തിയിലെ നഗരത്തെ പുറജാതീയ ആചാരങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ദാൻ സത്യദൈവത്തിൽ നിന്ന് വീണ്ടും അകന്നു. BC 8-ാം നൂറ്റാണ്ടിൽ അസീറിയക്കാർ വടക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആദ്യം വീണുപോയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു ദാൻ. അവിടുത്തെ ജനങ്ങൾ നാടുകടത്തപ്പെടുകയും വിദേശീയ വിജാതീയ രാജ്യങ്ങൾക്കിടയിൽ ഇടകലർന്ന് ചിതറിപ്പോവുകയും ചെയ്തു. അതോടെ ദാൻ ഒരു പ്രത്യേക ഗോത്രമായി നിലനിൽക്കാതായി. ക്രിസ്തുവിൻ്റെ കാലമായപ്പോഴേക്കും അടിമകളായി നാട് നടത്തപ്പെട്ട് അസ്തിത്വം നഷ്ടപ്പെട്ട 10 വടക്കൻ ഗോത്രങ്ങളിൽ ദാനും ഉൾപ്പെട്ടിരുന്നു.
യഹൂദ പാരമ്പര്യം സമ്മിശ്ര വികാരങ്ങളോടെയാണ് ദാൻ ഗോത്രത്തെ ഓർമ്മിക്കുന്നത്. അവർക്കുണ്ടായിരുന്ന നായകനും ന്യായാധിപനുമായ സാംസൺ ഒരു വശത്ത്, മറുവശത്ത് സർപ്പത്തെക്കുറിച്ച് അവരുടെ മേൽ പതിക്കാനിരിക്കുന്ന പ്രവചനപരമായ യാക്കോബിൻ്റെ വാക്കുകൾ. ചില റബ്ബിമാർ ദാനെ ദൈവത്തോടുള്ള അവിശ്വസ്തയും വിഗ്രഹാരാധനയുമായി ബന്ധിപ്പിച്ചു. ആദിമ ക്രൈസ്തവർ ശ്രദ്ധേയമായ ഒരു കാര്യം നിരീക്ഷിച്ചു. ദൈവം മുദ്രയിട്ട 12 ഗോത്രങ്ങളെ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പട്ടികപ്പെടുത്തിയപ്പോൾ അതിൽ ദാൻ ഇല്ലായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം. ഈ അഭാവം വിശുദ്ധ ഐറീനിയസ്, റോമിലെ ഹിപ്പോളിറ്റസ് തുടങ്ങിയ ആദ്യകാല സഭാപിതാക്കന്മാർക്കിടയിൽ വിവാദ ചർച്ചകൾക്ക് കാരണമായി. യാക്കോബിൻ്റെ സർപ്പപ്രവചനത്തെ അന്ത്യക്രിസ്തുവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മിശിഹ യൂദയ ഗോത്രത്തിൽ നിന്ന് ഉടലെടുത്തതുപോലെ ദാനിൽ നിന്ന് അന്ത്യക്രിസ്തു ഉടലെടുക്കുമെന്ന് അവർ കരുതി. ഇത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സിദ്ധാന്തമല്ലെങ്കിലും രക്ഷാചരിത്രത്തിൽ ദാൻ്റെ കഥ എങ്ങനെ ഇരുണ്ടതായി കാണപ്പെടുന്നുവെന്ന് കാണിക്കുന്നു. യാക്കോബിൻ്റെ പ്രവചനം കാരണം യഹൂദ പാരമ്പര്യത്തിൽ ദാൻ്റെ ചിഹ്നം പലപ്പോഴും സർപ്പമായിരുന്നു. എന്നാൽ ചിലപ്പോൾ ആവർത്തനം 33:22 രേഖപ്പെടുത്തുന്ന ദാൻ ഒരു സിംഹക്കുട്ടിയാണ്, അവൻ ഭാഷയിൽ നിന്ന് കുതിച്ചു ചാടുന്നു എന്ന മോശയുടെ അനുഗ്രഹത്തെ അടിസ്ഥാനമാക്കി കലാകാരന്മാരും റബ്ബിമാരും ദാന് ഒരു സിംഹത്തിൻ്റെയോ കഴുകൻ്റെയോ പ്രതീകം നൽകി. പിൽക്കാല യഹൂദ ഇതിഹാസങ്ങളിലും ദാൻ്റെ പിൻഗാമികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് യാക്കോബിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ കുടുംബകലഹത്തിനിടെ ദാൻ്റെ മകൻ ഹുഷീം ഏശാവിനെ കൊലപ്പെടുത്തിയതായി ബൈബിളിന് പുറത്തുള്ള കഥകളിൽ പറയപ്പെടുന്നു. ദാന് ഹുഷീം അഥവാ ഷുഹാം എന്നൊരു മകൻ ഉണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി 46:23 വാക്യത്തിൽ പറയുന്നു. മിദ്രാഷ്, താൽമൂദ് പാരമ്പര്യങ്ങളിൽ ഹൂഷിൻ്റെ അത്ഭുതകരമായ വീരത്വം എടുത്തു കാണിക്കുന്നു. യാക്കോബ് ഈജിപ്തിൽ മരിച്ചപ്പോൾ മക്ബല ഗുഹയിൽ അടക്കം ചെയ്യുന്നതിനായി പുത്രന്മാർ മൃതദേഹം കനാനിലേക്ക് കൊണ്ടുപോയി. ഉൽപ്പത്തി 50-ാം അധ്യായം 13-ാം വാക്യം. എന്നാൽ യാക്കോബിൻ്റെ സഹോദരനായ ഏശാവ് ആ ശവസംസ്കാരം തടയാനെത്തി. യാക്കോബ് ലേയെ അവിടെ അടക്കം ചെയ്ത ശേഷം ആ ഗുഹ തൻ്റെ സ്വത്താണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. യാക്കോബിൻ്റെ പുത്രന്മാർ അദ്ദേഹവുമായി തർക്കിച്ചു. അപ്പോൾ ഏശാവ് നിയമപരമായ തെളിവുകൾക്കായി നിർബന്ധിച്ചു. രേഖയ്ക്കായി അവർ നഫ്താലിയെ ഈജിപ്തിലേക്ക് തിരിച്ചയച്ചപ്പോൾ ശവസംസ്കാരത്തിന് ഏറെ കാലതാമസം നേരിട്ടു. കേൾവിക്കുറവുള്ള അഥവാ ചിലർ ബദിരൻ എന്ന് പറയുന്ന ദാൻ്റെ മകൻ ഹുഷീമിന് എല്ലാ വാദങ്ങളും മനസ്സിലായില്ല. തൻ്റെ മുത്തച്ഛനായ യാക്കോബിൻ്റെ മൃതദേഹം അപമാനിക്കപ്പെടാതെയും സംസ്കരിക്കപ്പെടാതെയും കിടക്കുന്നത് മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. കോപാകുലനായ അദ്ദേഹം ഏശാവിനെ അടിച്ചു കൊന്നു. ചില രേഖകളിൽ അവൻ വാളുകൊണ്ട് ഏശാവിനെ ശിരഛേദനം ചെയ്തുവെന്നും പറയുന്നു. ഈ പ്രവൃത്തി വഴി ഗോത്രപിതാവിൻ്റെ അന്തസ്സിന് വേണ്ടി നിലകൊണ്ട ഒരു ധീരനായി ഹുഷിനെ ചിത്രീകരിക്കുന്നു. അതുകൊണ്ടാണ് യൂദ പാരമ്പര്യം ഹുഷീമിനെ ഒരു പ്രധാനിയും വിശ്വസ്തനുമായ ചെറുമകനായി അനുസ്മരിക്കുന്നത്. മരുഭൂമിയിൽ ഇസ്രായേൽ ജനം സമാഗമ കൂടാരത്തിന് ചുറ്റും പാളയമടിച്ചപ്പോൾ 12 ഗോത്രങ്ങളെ 4 ദിക്കുകളിൽ 4 പാളയങ്ങളായിട്ടാണ് തിരിച്ചത്. ഓരോന്നും തനതായ പതാകയുള്ള പ്രധാന ഗോത്രത്തിന് കീഴിലായിരുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായം. പാളയത്തിൻ്റെ വടക്കുഭാഗം നയിച്ചത് ദാൻ ഗോത്രമായിരുന്നു. ദാൻ പാളയത്തോടൊപ്പം അഷേർ, നഫ്താലി ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. 4 പാളയങ്ങളിൽ ഏറ്റവും വലുത് 1,57,600 പുരുഷന്മാരുണ്ടായിരുന്ന ദാൻ്റെ ഗോത്രമായിരുന്നു. ദാൻ ഗോത്രം പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിൻനിരയായി നീങ്ങിയിരുന്നു. സംഖ്യാപുസ്തകം 10:25. അതായത് മാർച്ച് സമയത്ത് ഇസ്രായേലിൻ്റെ ഘോഷയാത്രയുടെ പിൻഭാഗം സംരക്ഷിച്ചത് അവരായിരുന്നു. യഹൂദ പാരമ്പര്യം പതാകകൾക്ക് പ്രതീകാത്മക പ്രതിച്ഛായ നൽകുന്നു. മിദ്രാഷ് റബ്ബ 2:7 സൂചിപ്പിക്കുന്നത് ദാൻ്റെ കൊടിയിലെ ചിഹ്നം ഒരു സർപ്പമായിരുന്നു എന്നാണ്. ദാൻ വഴിവെക്കിലെ സർപ്പവും പാതയിലെ അണലിയുമായിരിക്കുമെന്ന് ഉൽപ്പത്തി 49:17 യാക്കോബിൻ്റെ വാക്കുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇത്. നിയമാവർത്തനം 33:22 മോശയുടെ അനുഗ്രഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില യഹൂദ ഗ്രന്ഥങ്ങൾ പതാകയിൽ ഒരു സിംഹം ഉണ്ടായിരുന്നിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നു. പിൽക്കാലത്തെ ചില യഹൂദ നിഗൂഢ രചനകളിൽ ദാനെ ഒരു കഴുകനായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. എസേക്കിയേൽ 1:10 കെരൂബുകളുടെ 4 മുഖങ്ങളിൽ ഒന്നായിരുന്നു കഴുകൻ.
ആ പ്രതിച്ഛായ ദാൻ്റെ വടക്കു ഭാഗത്തുള്ള സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദാൻ്റെ പാളയം പ്രതീകാത്മകമായി ശക്തമായിരുന്നു. വ്യത്യസ്ത പാരമ്പര്യങ്ങൾ പ്രകാരം സർപ്പം, സിംഹം അല്ലെങ്കിൽ കഴുകൻ എന്നിവ അടയാളപ്പെടുത്തിയ പതാക വഹിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ എണ്ണത്തിൽ വലുതായ വടക്കു ഭാഗത്തെ കാവൽക്കാരായിരുന്നു ദാൻ. യാക്കോബ് ദാനെ അനുഗ്രഹിക്കുമ്പോൾ അപേക്ഷിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷ കാത്തിരിക്കുന്നു. ഉൽപ്പത്തി 49:18. യാക്കോബ് ദാൻ ഗോത്രത്തിൻ്റെ കഷ്ടപ്പാടുകൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും ദൈവം അവരെ രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥിച്ചുവെന്നും ചില യഹൂദ വ്യാഖ്യാതാക്കൾ വിശ്വസിച്ചു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദാൻ്റെ കഥ ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പാണ്. ഈ ഗോത്രത്തിലെ ന്യായാധിപന്മാർ, യോദ്ധാക്കൾ, നേതാക്കൾ എന്നിങ്ങനെ വളരെയധികം കഴിവുള്ളവർ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ പൈതൃകം വിഗ്രഹാരാധനയുടെയും ഒടുവിൽ അപ്രത്യക്ഷമാകലിൻ്റെതുമായി മാറി. ദൈവത്തെ ഉപേക്ഷിച്ചാൽ വീണു പോകുന്നതിൽ നിന്ന് ആരും മുക്തരല്ലെന്ന് അവരുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്നും ദാനെ ഒഴിവാക്കിയത് കർത്താവിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് അവൻ്റെ ജനത്തിനിടയിൽ സ്ഥാനം നഷ്ടപ്പെടുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം ഡാൻ നമ്മെ ക്രിസ്തുവിനെ വിപരീതമായി ചൂണ്ടിക്കാണിക്കുന്നു. ഡാനിലെ ഏറ്റവും വലിയ ന്യായാധിപനായ സാംസൺ ഇസ്രായേലിനെ രക്ഷിക്കാൻ തുടങ്ങിയെങ്കിലും സ്വന്തം പാപങ്ങൾ നിമിത്തം പരാജിതനായി. യൂദാ ഗോത്രത്തിൽ നിന്നുള്ള ക്രിസ്തുവാകട്ടെ സാംസന് കഴിയാത്തത് പൂർണ്ണമായി ചെയ്തുകൊണ്ട് സർപ്പമായ സാത്താനെ തകർത്തുകൊണ്ട് മാനവരക്ഷ കൈവരിച്ചു. അങ്ങനെ ഡാൻ്റെ കഥ മുന്നറിയിപ്പിൻ്റെ കഥയും യഥാർത്ഥ ന്യായാധിപനായ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതിലേക്ക് നമ്മുടെ നയനങ്ങളെ നയിക്കുന്നതുമാണ്. പണം, അഹങ്കാരം, അധികാരം, സുഖലോലുപത പോലെ ദൈവത്തെക്കാളും നാം മുൻതൂക്കം നൽകുന്ന എന്തും ഉൾപ്പെടെ വ്യാജ ദൈവങ്ങളുടെ പ്രതിരൂപങ്ങളാകുന്ന വിഗ്രഹ ആരാധനയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കാൻ ദാൻ ഗോത്രം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ദൈവത്തിൻ്റെ നീതിയെയും ഓർമ്മിപ്പിക്കുന്നു. അവിശ്വസത കാരണം ഒരു മുഴുവൻ ഗോത്രത്തിനും നാശമുണ്ടാകാമെങ്കിലും ഇത് ദൈവത്തിൻ്റെ ക്ഷമയെക്കുറിച്ചും സംസാരിക്കുന്നു. ദാൻ്റെ രക്ഷയ്ക്കായുള്ള യാക്കോബിൻ്റെ പ്രാർത്ഥന തെളിയിക്കുന്നത് ദുർബലതയുടെ നിമിഷങ്ങളിൽ പോലും ആളുകൾ ദൈവപ്രതി തേടുന്നു എന്നാണ്. ദാൻ്റെ കഥയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന പാഠങ്ങൾ നോക്കാം. 1. ഒരു നല്ല തുടക്കം വിശ്വസ്തമായ അന്ത്യം ഉറപ്പു നൽകുന്നില്ല. ദൈവകൃപയോടെയാണ് ഡാൻ്റെ കഥ ആരംഭിച്ചത്. ഇസ്രായേലിലെ ഒരു പ്രമുഖ ന്യായാധിപനായിരുന്ന സാംസൺ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലെ അംഗമായിരുന്നു. അത്തരമൊരു വാഗ്ദാനപരമായ തുടക്കമുണ്ടായിരുന്നിട്ടും ഗോത്രം പിന്നീട് വിഗ്രഹാരാധനയിലേക്ക് ആഴ്ന്നിറങ്ങി ഒടുവിൽ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി. നമ്മളും അനുഗ്രഹങ്ങൾ, കഴിവുകൾ, ശക്തമായ വിശ്വാസം എന്നിവയിൽ നിന്നും ആരംഭിച്ചേക്കാം. എന്നാൽ സ്ഥിരോത്സാഹവും ദൈവത്തോടുള്ള വിശ്വസതയുമാണ് ഏറ്റവും പ്രധാനം. യേശു പറഞ്ഞതുപോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. മത്തായി 24:13. 2. വിഗ്രഹാരാധനയും വിട്ടുവീഴ്ചയും സ്വത്വത്തിൻ്റെ നാശം വരുത്തിവെക്കും. ദാൻ്റെ ഗോത്രം വ്യാജ ദൈവങ്ങളെ സ്വീകരിച്ചു. ആദ്യം മീഖായിൽ നിന്നും അവർ ഒരു വിഗ്രഹം മോഷ്ടിച്ചു. പിന്നീട് ജെറോബോവാം ദാൻ നഗരത്തെ വിഗ്രഹാരാധനയുടെ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി. രാജാക്കന്മാർ 12-ാം അധ്യായം. പാപവുമായുള്ള ഈ നിരന്തര സന്ധി അവരുടെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കി. അവർ ജനതകൾക്കിടയിൽ നഷ്ടപ്പെട്ടു. സമ്പത്ത്, അധികാരം, സുഖലോലുപത എന്നിങ്ങനെ പാപമോ ലൗകിക വിഗ്രഹങ്ങളോ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കാൻ നാം അനുവദിക്കുമ്പോൾ ദൈവമക്കളെന്ന നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവനോട് വിശ്വസത പുലർത്തുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കപ്പെടുന്നു. 3. ദൈവത്തിൻ്റെ ബഹുമാനത്തിനായുള്ള തീക്ഷ്ണത ദാനിൽ പ്രതിഫലിക്കുന്നു. ദാൻ ഗോത്രത്തെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് ഓർമ്മിക്കുന്നത് എങ്കിലും ദാൻ്റെ മകനായ ഹുഷീമിൻ്റെ കഥ ധൈര്യവും വിശ്വസതയും പ്രകടമാക്കുന്നു. ഏശാവ് യാക്കോബിൻ്റെ ശവസംസ്കാരത്തെ അപമാനിച്ചപ്പോൾ ഗോത്രപിതാവിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുവാൻ ഹുഷീം വേഗത്തിൽ പ്രവർത്തിച്ചു. അവൻ്റെ ധൈര്യം വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായി ഓർമ്മിക്കപ്പെടുന്നു. തൻ്റെയും തൻ്റെ ദാസന്മാരുടെയും ബഹുമാനത്തിനു വേണ്ടി ധൈര്യവും തീക്ഷ്ണതയും കാണിക്കുന്നവരെ ദൈവം വിലമതിക്കുന്നു. ഹൂഷിനെ പോലെ നമ്മളും വിശ്വാസം സംരക്ഷിക്കുവാനും ദൈവനാമത്തിനും ദൈവജനത്തിൻ്റെ അന്തസ്സ് നിലനിർത്താനും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് യാക്കോബിൻ്റെ 6ാമത്തെ മകനും റാഹേലിൻ്റെ ദാസി ബിൽഹായുടെ 2ാമത്തെ മകനുമായിരുന്ന നഫ്താലിയുടെ ജീവിതം അവലോകനം ചെയ്യാം.
തൻ്റെ സഹോദരിയായ ലേയായുമായി മത്സരത്തിൽ ഏർപ്പെട്ടിരുന്ന റാഹേൽ നഫ്താലിയുടെ ജനന സമയത്ത് പറഞ്ഞു, എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 8-ാം വാക്യം. ഉൽപ്പത്തിയിലെ നഫ്താലി ഒരു പ്രമുഖ കഥാപാത്രമല്ല. എന്നിരുന്നാലും യാക്കോബ് നഫ്താലിക്ക് നൽകിയ അനുഗ്രഹം ശ്രദ്ധേയമായ ഒരു ചിത്രം നൽകുന്നു. സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി. അവൻ മൃദുല വാക്കുകൾ പൊഴിക്കുന്നു. ഇത് നഫ്താലിയുടെ വേഗതയും വാക്ചാതുര്യവും സൂചിപ്പിക്കുന്നു. ഉൽപ്പത്തി 49:21. നഫ്താലി ഗോത്രം വിശുദ്ധ ദേശത്തിൻ്റെ വടക്ക് ഗലീലി പ്രദേശം അവകാശമാക്കി. ഗലീലി തടാകത്തിൻ്റെ പടിഞ്ഞാറും വടക്കും ഫലഭൂയിഷ്ടമായ കുന്നുകളിലായിരുന്നു നഫ്താലിയുടെ ദേശം. പടിഞ്ഞാറോട്ട് ലെബനോൻ പർവ്വതങ്ങളിലേക്ക് വ്യാപിച്ചു. ഈ പ്രദേശം മനോഹരവും സമൃദ്ധവുമായിരുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് കാനാനിലെ മർദ്ദകർക്കെതിരായ പോരാട്ടത്തിൽ നഫ്താലി ജനത ധീരരായിരുന്നു. അതിന് നേതൃത്വം നൽകാൻ എഫ്രൈമിൻ്റെ പ്രവാചകയായ ദെബോറയും നഫ്താലിയിൽ നിന്നുള്ള ഒരു കമാൻഡറായ ബാരാക്കും ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ അധ്യായം 4-5 അനുസരിച്ച് സീസറയുടെ സൈന്യത്തിനെതിരെ ഇസ്രായേൽ നടത്തിയ ധീര പോരാട്ടത്തിൽ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങൾ വലിയ വിജയം നേടി. വയലിലെ ഉന്നതങ്ങളിൽ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയ നഫ്താലിയുടെ ധൈര്യത്തെ ദെബോറായുടെ ഗീതം പ്രശംസിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം. നഫ്താലി ഗോത്രത്തിൽ നിന്നുള്ള മറ്റൊരു ശ്രദ്ധേയനായ വ്യക്തി സോളമൻ നിർമ്മിച്ച ജെറൂസലേം ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു വിദഗ്ധ ശില്പിയായിരുന്ന ഹിറാം ആണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. ടയർക്കാരനായ ഒരു പിച്ചളപ്പണിക്കാരനായിരുന്നു അവൻ്റെ പിതാവ്. ഹീരാം ഏതുതരം പിച്ചളപ്പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു. അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു. ഇസ്രായേലി വിശ്വാസത്തിൻ്റെയും ഫെനീഷ്യൻ വൈദഗ്ധ്യത്തിൻ്റെയും സംയോജനമാണ് അദ്ദേഹത്തിൻ്റെ പൈതൃകം കാണിക്കുന്നത്. വെങ്കലത്തിൽ നിർമ്മിച്ച തൻ്റെ കലാവൈദഗ്ധ്യത്തിലൂടെ ദൈവത്തിൻ്റെ വാസസ്ഥലത്തിന് മഹത്വം നൽകാൻ അദ്ദേഹം സഹായിച്ചു. തൂണുകൾ, പാത്രങ്ങൾ, പവിത്രമായ അലങ്കാരങ്ങൾ എന്നിവ രൂപപ്പെടുത്തി. ഇത് സൂചിപ്പിക്കുന്നത് നഫ്താലിയിലെ ജനങ്ങൾ ദെബോറായുടെയും ബാരാക്കിൻ്റെയും കാലത്തെ പോലെ യോദ്ധാക്കൾ മാത്രമല്ല, ദൈവസേവനത്തിനായി സമർപ്പിച്ച വിദഗ്ധ കരകൗശല വിദഗ്ധരുമായിരുന്നു എന്നാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നഫ്താലി വസിച്ചിരുന്ന ഗലീലിയിലെ അതേ പ്രദേശം യേശു വളർന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സ്ഥലമായി മാറി. അവിടെ നിന്ന് ഹിറാം ജെറുസലേമിൽ വന്ന് ഭൗമിക ദേവാലയം പണിതുപോലെ ഗലീലിയിൽ നിന്ന് സാധാരണ മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളുമായിരുന്നവരെ അപ്പസ്തോലന്മാരായി ക്രിസ്തു തിരഞ്ഞെടുത്തത് പുതിയ ആത്മീയ ക്ഷേത്രമായ സഭയെ സ്ഥാപിക്കാനായിരുന്നു. അവരുടെ കരകൗശല വൈദഗ്ധ്യം വെങ്കലത്തിലോ കല്ലിലോ ആയിരുന്നില്ല, മറിച്ച് സുവിശേഷ പ്രഘോഷണത്തിലൂടെ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനത്തെ അവർ രൂപപ്പെടുത്തി. പത്രോസിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. നേട്ടങ്ങൾ ഏറെയുണ്ടെങ്കിലും നഫ്താലി ഗോത്രവും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഒരു അതിർത്തി പ്രദേശം എന്ന നിലയിൽ വിദേശ ശത്രുക്കൾ ആദ്യം കീഴടക്കിയ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു അവരുടേത്. BC 732 അസീറിയൻ രാജാവ് നഫ്താലി ഉൾപ്പെടെയുള്ള ഗലീലി കീഴടക്കിക്കൊണ്ട് നിരവധി ആളുകളെ ബന്ദികളാക്കി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 15-ാം അധ്യായം 29-ാം വാക്യം. ആ കാലഘട്ടത്തിൽ യെശയ്യാ പ്രസിദ്ധമായ ഒരു പ്രവചനം നടത്തി. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. യെശയ്യായുടെ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം. യെശയ്യായുടെ പ്രവചനം യേശുവിൽ നിവൃത്തിയേറിയതായി നമുക്ക് കാണാം. നഫ്താലി പ്രദേശമായ ഗലീലിയിലാണ് യേശു മുഖ്യമായി ജീവിച്ചതും തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചതും. അങ്ങനെ മിശിഹായുടെ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിച്ച ആദ്യ ഗോത്രങ്ങളെ ഒന്നാകാനുള്ള വലിയ ബഹുമതി നഫ്താലിക്ക് ലഭിച്ചു. കാന, കഫർനാം, ബത്സൈദ തുടങ്ങിയ നഫ്താലിയുടെ ദേശങ്ങളിൽ യേശു നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. മാത്രമല്ല, അതേ ഗോത്രത്തിൽ നിന്ന് അല്ലെങ്കിലും നഫ്താലിയുടെ പ്രദേശമായിരുന്ന ഗലീലിയിൽ നിന്ന് യേശു തൻ്റെ മിക്ക ശിഷ്യരെയും തിരഞ്ഞെടുത്തു. നഫ്താലിക്ക് ശ്രദ്ധേയമായ ഒരു പരിവർത്തനം അനുഭവപ്പെട്ടു. മുമ്പ് ആക്രമണകാരികളാൽ അപമാനിക്കപ്പെട്ട ആ പ്രദേശം പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി ആദരിക്കപ്പെട്ടു.
യാക്കോബിൻ്റെ അനുഗ്രഹത്തിൽ നഫ്താലി മൃദുല വാക്കുകൾ പൊഴിക്കുന്നുവെന്ന് പ്രവചിക്കുന്നുണ്ട്. ഉൽപ്പത്തി 49:21 വാക്യം. സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രകാരം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ആദ്യ അനുയായികൾ ഈ പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും അവർ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. കൂടാതെ നഫ്താലിയുടെ പ്രദേശമായ ഗലീലിലായിരുന്നു ഉയർത്തെഴുന്നേറ്റ കർത്താവ് പലർക്കും പ്രത്യക്ഷപ്പെടുകയും മഹത്തായ നിയോഗം നൽകുകയും ചെയ്തത്. മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യവും 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും. അങ്ങനെ നഫ്താലി ലോകത്തിന് സുവിശേഷമാകുന്ന മനോഹരമായ വാക്കുകൾ നൽകി. സ്വച്ഛന്തം ചരിക്കുന്ന ഒരു പേടമാനാണ് നഫ്താലി എന്നായിരുന്നല്ലോ യാക്കോബിൻ്റെ അനുഗ്രഹ പ്രവചനം. അതിനാൽ യഹൂദ പാരമ്പര്യം നഫ്താലിയെ സുവാർത്ത എത്തിക്കുന്ന സുവിശേഷ വാഹകനായി വേഗതയുള്ള മാനിനോട് താരതമ്യം ചെയ്തു. സ്വാതന്ത്ര്യം, സന്തോഷം, ചടുലത എന്നിവയുള്ള കുതിച്ചുചാട്ടമുള്ള മാനായിരുന്നു അവരുടെ ഗോത്രചിഹ്നം. നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണ്ണൻ, കടലും ദക്ഷിണദിക്കും നീ കൈവശമാക്കുക എന്ന മോശയുടെ അനുഗ്രഹവും ശ്രദ്ധേയമാണ്. നിയമാവർത്തന പുസ്തകം 33-ാം 23 വാക്യം. അതവർ കൈവശമാക്കിയ ദേശത്തിൻ്റെ സൗന്ദര്യത്തെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു. നഫ്താലിയുടെ അനുഭവത്തിൽ നിന്നും നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. ദൈവത്തിൻ്റെ വഴികളിൽ സന്തോഷത്തോടെ ഓടുക. സ്വതന്ത്രമാക്കപ്പെട്ട ഒരു മാനിനെ പോലെ വിശ്വാസത്തിൽ നിന്ന് വരുന്ന സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. 2. സുവിശേഷം പ്രചരിപ്പിക്കുക. മൃദുല വാക്കുകൾ പൊഴിക്കുന്നുവെന്ന നഫ്താലിയെക്കുറിച്ചുള്ള പ്രവചനം നമ്മെ സുവിശേഷത്തിലേക്ക് നയിക്കുന്നു. നാമും അത് മറ്റുള്ളവരിലേക്ക് ആവേശത്തോടെ എത്തിക്കണം. 3. ഇരുട്ടിൽ നിന്ന് പ്രകാശം പ്രസരിപ്പിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുക. നഫ്താലിയുടെ താഴ്മയുള്ള ദേശം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേദിയായതുപോലെ ദൈവത്തിന് നമ്മുടെ പോരാട്ടങ്ങളെയും എളിയ നിമിഷങ്ങളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ കഴിയും. ചുരുക്കത്തിൽ ദാനും നഫ്താലിയും റാഹേലിൻ്റെ ദാസിയായ ബിൽഹായിലൂടെ യാക്കോബിൻ്റെ പുത്രന്മാരായിരുന്നു. പിരിമുറുക്കവും പരിശ്രമവും നിറഞ്ഞ ഒരു കുടുംബത്തിലാണ് 2 സഹോദരന്മാരും ജനിച്ചത്. ഇരുവരും പോരാട്ടത്തിൻ്റെ പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ഗോത്രങ്ങൾ വളരെ വ്യത്യസ്തമായ വഴികളെ സ്വീകരിച്ചു. ഫിലിസ്തീർക്കെതിരെ ധീരമായി പോരാടിയ ഇസ്രായേലിലെ ഏറ്റവും ശക്തരും പ്രശസ്തരുമായ ന്യായാധിപന്മാരിൽ ഒരാളായ സാംസൺ ദാനിൽ നിന്നാണ് വന്നത്. എന്നിരുന്നാലും ദാൻ ഗോത്രം വിഗ്രഹാരാധനയിൽ വീണു. ഒടുവിൽ അസിറിയക്കാരുടെ കൈകളിൽ അകപ്പെട്ട് ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായ ആദ്യ ഗോത്രങ്ങളിൽ ഒന്നാണ് ദാൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ പോലും ദൈവത്തിന് മുദ്രയിട്ട ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്നും ദാൻ അപ്രത്യക്ഷനായി. അവിശ്വസതയെക്കുറിച്ചുള്ള ഗൗരവമേറിയ മുന്നറിയിപ്പാണ് അത്. ഇതിന് വിപരീതമായി നഫ്താലി ഗലീലയിൽ താമസിച്ചിരുന്നു. പിന്നീട് അധിനിവേശത്താൽ താഴ്ത്തപ്പെട്ട ഒരു മനോഹര ദേശമായിരുന്നു അത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ നഫ്താലിയെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് അന്ധകാരത്തിൽ കഴിയുന്ന ജനം പിന്നീട് വലിയ പ്രകാശം കാണുമെന്ന് പറഞ്ഞു. ആ പ്രവചനം യേശുവിൽ യാഥാർത്ഥ്യമായി. ഗലീലി സുവിശേഷത്തിൻ്റെ വേദിയായി മാറി. അങ്ങനെ ഒരിക്കൽ വിസ്മരിക്കപ്പെട്ട ഒരു ഗോത്രത്തെ രക്ഷയുടെ വെളിച്ചം സ്വീകരിക്കുന്ന ആദ്യ ജനതയാക്കി മാറ്റി. അതിനാൽ ഈ 2 സഹോദരരെ താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ നമുക്ക് വലിയേറിയ ഒരു പാഠം കാണാം. ദാൻ ശക്തിയോടെയാണ് ആരംഭിച്ചത് എങ്കിലും വിട്ടുവീഴ്ചയിലൂടെയും വിഗ്രഹാരാധനയിലൂടെയും വഴിതെറ്റിപ്പോയി. ലോകത്തിൻ്റെ ദുഷ്ടതയിൽ ദുർബലനായിരുന്ന നഫ്താലി ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. വിശ്വസ്തത പുലർത്താൻ ദാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ദൈവത്തിന് നമ്മുടെ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റുവാൻ കഴിയുമെന്ന് നഫ്താലി നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, എല്ലാ ജനതകളുടെയും യഥാർത്ഥ ന്യായാധിപതിയാണല്ലോ അങ്ങ്. ദാൻ്റെ കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യ ബലഹീനതയെയും അങ്ങയുടെ രക്ഷാശക്തിയെയും കുറിച്ച് ഞങ്ങൾ അനുസ്മരിക്കുന്നു. കർത്താവെ, വിഗ്രഹാരാധനയുടെ കെണികളിൽ നിന്നും അങ്ങിൽ നിന്നും അകറ്റുന്ന പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവസാനം വരെ വിശ്വസ്ത പുലർത്തുവാൻ ഞങ്ങൾക്ക് അചഞ്ചലമായ ഹൃദയങ്ങൾ നൽകണമേ. ക്രൂശിനെ പോലെ വിശ്വാസത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കുവാനും അങ്ങയുടെ വിശുദ്ധ നാമത്തെ ബഹുമാനിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യമുണ്ടാകട്ടെ. യാക്കോബിനെ പോലെ കർത്താവെ, അങ്ങയുടെ രക്ഷയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ എപ്പോഴും വിളിച്ചു പറയട്ടെ. സാത്താനാകുന്ന സർപ്പത്തെ കീഴടക്കി ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയ പൂർണ്ണ ന്യായാധിപനായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടരുളണമേ. ആമേൻ.